ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി കല്യാണം കൂടിയ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. അപ്പോൾ അതായത് രാവിലെ തന്നെ ഞാനും ഉമ്മയും മാറ്റി റെഡിയായി കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണം ഗായ്സ് വീട്ടിലല്ല നടക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഗ്രൂമിൻ്റെ റൂമിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ഗ്രൂം ഷിയാസ് കാക്കും. ആൾ കാണുന്ന പോലെ ഒന്നല്ല, ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ മുതലാണ് ഇരിക്കണേ. പിന്നെ ബ്രൈഡിൻ്റെ വീട് വരുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കല്യാണം. ഞങ്ങൾ ഇവിടുന്ന് റിലേറ്റീവ്സൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് കല്യാണം കൊണ്ടുവന്നത്. പിന്നെ ഇതാ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാൻ 2 ബസ്സിലും 2 കാറിലും എങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരുടെ കയ്യിലും ഓരോ കവറും ബാഗും ഒക്കെ ഉണ്ട്. ഒക്കെ ഞങ്ങൾ ലോങ് പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ റോട്ടിലെത്തി. ഇതേപോലത്തെ 2 ബസ്സും പിന്നെ 2 കാറുമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ ബസ് പുറപ്പെടുകയാണ് ഗൈസ്. ബസ് കയറി മുതൽ പാട്ടിടെ എന്ന് പറഞ്ഞ കാക്കുതാ പാട്ടിട്ട് കൊടുത്തപ്പോൾ ഡാൻസ് കളി തുടങ്ങി ഗൈസ്. അങ്ങനെ ഓന് എൻ്റെ അടുത്തും വന്ന് കുറേ നേരം കളിച്ചതായിരുന്നു. വീഡിയോ എടുക്കണ കണ്ട കാക്കുതാ ഓൻ്റെ ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ മാറ്റിക്കണം, പല പല സ്റ്റെപ്പ് ഇട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഗൈസ് അവിടെ നമ്മളെ മെയിൻ താരം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചിറാപുഞ്ചിൻ്റെ പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പോയിരുന്നത്. പിന്നെ അവിടെ കസിൻസൊക്കെ നല്ല എല്ലാവരും പാടെ കൂടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഞങ്ങളോട് എല്ലാവരോടും 6:30 ബസ്സിൻ്റെ അവിടേക്ക് എത്താനാണ് പറഞ്ഞിരുന്നത്. കാരണം ഞങ്ങൾ എല്ലാവരും എത്തി, ഞങ്ങളൊരു 7 മണിയേക്കും പുറപ്പെട്ടപ്പോൾ 11:30 നിൽക്കാൻ വരുന്നത്. പിന്നെ കാക്കുതാ മൈക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ മൈക്ക് കൈ കിട്ടിയപ്പോൾ ഏത് പാട്ടാണ് പാടേണ്ടതെന്ന് കൺഫ്യൂഷനായി. കാക്കുനെ അങ്ങനെ കൈസ് ആരോ കടലൊക്കെ കൊടുത്ത് അത് എൻ്റെ കയ്യിലിട്ട് പെറുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിതാ വണ്ടി പമ്പിലൊന്ന് നിർത്തിയിരുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ഇറങ്ങി റിലാക്സായി. പിന്നെ വണ്ടി കയറിയപ്പോൾ കാക്കു ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൻ ഇറങ്ങി പിന്നെ ഞാനൊരു ഉറക്കം പാസ്സാക്കിയിരുന്നു ഗായ്സ്. ഉറക്കത്തിൽ നിന്ന് എണീച്ച പാടാണിത്. അങ്ങനെ ഞങ്ങൾ ഒരു 11:15 ആയപ്പോൾ ഞങ്ങളുടെ മെയിൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഓഡിറ്റോറിയം ഗൈസ് ഒരു റിസോർട്ടിൻ്റെ മോഡലാണ് വരുന്നത്. അടിപൊളി ലുക്കതിന് കാണാൻ. കാക്കുന്നൊന്നും ഗൈസ് അവിടെ എത്തിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഓനൊക്കെ ഇറങ്ങി ആദ്യം നടക്കലുടത്തി. പിന്നെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കണ്ട് വീഡിയോസൊക്കെ എടുത്ത് പോരാണ്. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയാണ് ഞങ്ങൾ സ്റ്റേജിൻ്റെ അവിടേക്ക് പോണ വഴിയാണ്. കണ്ടു ഗൈസ്, 2 സൈഡും ഫുൾ പച്ച കളറിലാണ്. അതിൻ്റെ ഇടയിലൂടെ ഒരു വഴി, അങ്ങനെ ഞങ്ങൾ പോലെ. പിന്നെ അത് ആ സ്റ്റേജിൻ്റെ അവിടേക്ക് എത്തി. നല്ല രസമുള്ളൊരു ആംബിയൻസും കാര്യങ്ങളായിരുന്നു. അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഗൈസ്. ഇതിവിടെ ഞങ്ങൾ മാത്രമാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. കാരണം നിക്കാഹ് കഴിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെട്ടതായിരുന്നു. അപ്പോൾ പിന്നെ കറക്റ്റ് 11 മണിക്കെത്തി. അങ്ങനെ ഞാനും പോയി വെൽക്കം ഡ്രിങ്കൊക്കെ എടുത്ത്. ഇവിടുത്തെ കല്യാണത്തിൻ്റെ ആൾക്കാരൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്താൻ തോന്നുന്നത്. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചിട്ട് എന്ത് വെള്ളമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ 2 സാധനവും കിട്ടി. പിന്നെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡ്. ഈ സമയത്ത് ഗ്രൂം എത്തിയിട്ടില്ല. അപ്പോൾ ഓരവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താണ്. പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിലൂടെ പച്ചയിട്ട് കാണ്ട് കാക്കൂതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതിൻ്റെ അവിടെ തന്നെ പാർക്ക് മോഡലിൽ കുട്ടികൾക്ക് സ്ലൈഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടേക്കൊന്നും പോയിട്ടില്ല. എല്ലാവരും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നോക്കി നടക്കുകയാണ്. ഞങ്ങൾ ആദ്യം എത്തിയോണ്ട് തന്നെ ആദ്യം എല്ലാവരും ഇങ്ങോട്ടോ തന്നെ. ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് ഗൈസ് ഞാനും എന്താ പറയുക എൻ്റെ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. എൻ്റെ എന്തോ പറഞ്ഞ് കളിയാക്കണൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കല്യാണം കൂടിയിട്ടുള്ളത്. അത് ഇത്ര ലോങ് വന്നിട്ട് തന്നെ കൂടി. ഒരുപാട് സ്ഥലമൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പാർക്കിൻ്റെ ഏരിയ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം അങ്ങോട്ട് പോയാൽ പിന്നെ കുട്ടികളെയും കൊണ്ട് അവിടുന്ന് തിരിച്ചു വരൽ ഭയങ്കര ബുദ്ധിമുട്ടാക്കണം. ഇതാണ് സ്വിമ്മിംഗ് പൂള് വരുന്നത്. നല്ല രസമല്ലേ കാണാൻ. ഓഡിറ്റോറിയത്തേക്ക് കയറുന്നതിൻ്റെ അവിടെ തന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ആനൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു. കാക്കു അത് അതിനോട് കുറേ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ ഓനെ അവിടുന്ന് പോന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഗ്രൂം എത്തിയിട്ടുണ്ട്. ഒരു വൈകിട്ടാണ് വന്നത്. പിന്നെ അവിടെ മഴയും പിടിക്കാൻ്റെ ടൈമിൽ തന്നെ മഴ ഉണ്ടായിരുന്നു ഗായ്സ്. പിന്നെ അവിടെ മൂലരും തമ്മിൽ കുറച്ച് വർത്താനോ കാര്യം. പിന്നെ ഇത് ബ്രൈഡിൻ്റെ ഒപ്പമാണ്. ഓല് എല്ലാവർക്കും ബ്രൈഡിനെയും അതേപോലെ ഗ്രൂമിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ നിക്കാഹ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് ഓല അവിടുന്ന് ഈത്തപ്പഴം എല്ലാവർക്കും നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളെ പിന്നെ പിടിച്ചൊരു മൂലക്ക് ഇരുത്തിക്കാണ്, ഫോണും കൊടുത്തുകാണ്. കാരണം ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഗായ്സ്. ഇത്രയും നല്ല മട്ടൻ ബിരിയാണി ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരാൾ വെറുംചോറ് കഴിക്കുന്നത്. കണ്ടോ, ഓനക്ക് വളർന്ന ചോറ് കഴിഞ്ഞു. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടുകൊണ്ട് ഞാനത് കഴിച്ചു. ഇവിടെ കല്യാണ ചെറുക്കനും ഓല പേരക്കാരും ഓൻ്റെ പെങ്ങളും പിന്നെ ഇളച്ചിയാണ് ഉള്ളത്. ഓലോടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഗൈസ് എൻ്റെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി. കല്യാണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാകും. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് ഔട്ട്ഡോർ ഫോട്ടോസ് എടുക്കാൻ പുറത്തേക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മളിവിടെയൊക്കെ ഓരോ വീട്ടിലും ഇവിടെയൊക്കെ പോയിട്ടല്ലേ എടുക്കുക. ഇതാകുമ്പോൾ നല്ല രസമുള്ള ഫോട്ടോസ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അത് ഞാൻ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ വന്നിരുന്നു.
അങ്ങനെ ഗൈസ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളുടെ കുട്ടികളാരും ഒപ്പമല്ല, ഓലൊക്കെ ഓരോ സ്ഥലത്തു കൂടി പോയിക്കാണ്. അവിടെ ഒരു പാർക്ക് മോഡലായിരുന്നു. പിന്നെ ഇത് ഗ്രൂമിൻ്റെ ഉമ്മാൻ്റെ വീട്ടുകാരാണ്. ഓല അങ്ങനെ ഒരു ഫാമിലി ഓല് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ കാക്കും ഓൻ്റെ കുഞ്ഞിപ്പങ്ങളും ഇരുന്ന് വീഡിയോസ് കണ്ടിരിക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ മതിയല്ലോ. കാക്കും എന്തോ കഴിക്കണമുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള സമയമായി. ഗ്രൂം ഇതാ എൻ്റെ വീഡിയോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കണ്ട് പുറത്തേക്ക് പോയി. ബ്രൈഡാണെങ്കിൽ അവിടെ എല്ലാവരോടും യാത്ര പറയണ തിരക്കിലാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗൈസ് ചെറിയ മഴ ഉണ്ടായിരുന്നു. പിന്നെ ഓലും അവിടെ ഫ്രണ്ട്സുകളായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ബ്രൈഡും അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അവരെന്നോട് വ്ളോഗറാന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. പിന്നെ ഓലെ ഫോട്ടോസും ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. ഓലവിടെ പല ക്യാമറയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. ഈ ഓടനോട്ടത്തിൽ കണ്ടോ ബസ്സിന് പോയിട്ട് ഒന്നും ഉമ്മ കൊടുക്കുന്നുണ്ട് കാക്ക. അതുകൊണ്ട് തന്നെ ഡ്രസ്സിലൊക്കെ ആകെ ചളിയായി ഇതായിക്കണം. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ബസ്സിലെത്തി കുറച്ച് നേരം കഴിഞ്ഞ് ഇപ്പോൾ ആളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കുഴങ്ങി ഗൈസ്. 4 മണി 5 മണി ടൈമിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് പോന്നപ്പോൾ നേരത്തെ എത്തി, 4 മണിക്കൂർ കൊണ്ട് എത്തി. അങ്ങോട്ടാണ് ഗൈസ്. അങ്ങോട്ട് വണ്ടിത്തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകി. അങ്ങനെ കാക്ക വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെ കയ്യിലും വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ ബസ്സൊക്കെ നിർത്തി വെള്ളം വാങ്ങി. ഇമ്മ വെള്ളം വാങ്ങാൻ പോയി. ഫ്രൂട്ടിയും പിന്നെ അതേപോലെ ടീലോ പിന്നെ സാധാരണ നോർമൽ വെള്ളം അങ്ങനെയൊക്കെ വാങ്ങി വന്നിരിക്കുകയാണ്. ഞങ്ങളത് കുടിച്ച് പിന്നെ വീണ്ടും ബസ്സിൽ കളിയും പാട്ടും ഫുള്ള് വൈബിന്. ഓല് ഇവിടെ എത്തോളം കഴിച്ച് കളിച്ച് തന്നെ ഇനി ഓൽക്ക് പണി. ഞാൻ പിന്നെ വല്ലാതെ അതിന് പോയിട്ടുണ്ടായില്ല. എനിക്ക് തലവേദനിച്ചിട്ട് കയറിയ ടൈമിൽ കുറച്ച് നേരം കളിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കാക്കൂത ഗൈസ് നല്ല ഡാൻസിലാണ്. ഓൻ്റെ പാൻറ്റിൽ ഫുള്ള് വെള്ളമാക്കിയിട്ട് ഞാൻ ഉരുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനി വീട്ടിൽ കല്ലേന്ന് എഴുതിയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അവിടെ മഴ പെയ്തപ്പോൾ ഇല്ല, മഴ ഫുള്ള് ഓൻ്റെ പാൻറ്റിലും ഡ്രസ്സിലും ഒക്കെ ആക്കിയാണ്ട് ആകെ നനച്ചിരുന്നു. പിന്നെ ഞാൻ ഓനെ വേറൊരു ഡ്രസ്സ് മാത്രം ഇട്ട് കൊടുത്ത് പാൻറ്റ് ഇട്ട് കൊടുക്കാതെ നിന്നു. പിന്നെ ഓനെടുത്തുകൊണ്ട് ഓൻ്റെ കാക്കുകളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് കാരണം ബസ് ഭയങ്കര സ്ലോയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ആയിട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സ്ലോയിലാണ് പോകുന്നത്. പിന്നെ അതാ ഈ ലൈറ്റ് പിടിക്കാൻ വേണ്ടി കുറേ നോക്കിക്കണം കാക്കു ഗൈസ്. അതിൻ്റെ ഇടയിൽ ഒന്നും നോക്കാൻ പോയി. അയ്യോ. പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തി ഗായ്സ്. എന്താ രസം രാത്രിയായപ്പോൾ പെരിന്തൽമണ്ണ കാണാൻ. ഇത് ബൈപ്പാസിങ്ങാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം ബ്ലോക്കിൽ അങ്ങനെ പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നെസ്റ്റോ വന്നുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാണ്. കുറേ നേരം ബ്ലോക്കിൽ പെട്ട് ഞങ്ങൾ അത്യാവശ്യം വൈകി എത്താൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. എല്ലാവരും ഇറങ്ങൽ തുടങ്ങി. ഞങ്ങൾ 8:30 കഴിക്കണ് എത്തിയപ്പോൾ. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി പലരും പല വഴിക്കും പോകാൻ നിൽക്കുകയാണ്. ഓരോരുത്തർ അവിടെ നിന്ന് തന്നെ പോയി. കുറച്ച് ആൾക്കാർ വൈക്കലിറങ്ങി. ഞങ്ങൾ ഏതായാലും നേരെ വീട്ടിലേക്ക് പോന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഗായ്സ് ചാവി കൊണ്ടുപോയി ആൾക്കാർ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് നിന്നു. അപ്പത്തിന് ഗ്രൂമും റൈഡും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓലെ രണ്ടാളെയും വീട്ടിലേക്ക് ഉള്ളിലേക്ക് കയറ്റാതെ തിരക്കിലായിരുന്നു. പിന്നെ ബ്രൈഡിനെ മാത്രം പിടിച്ചോണ്ട് നമ്മളെ കല്യാണ ചെക്കന് ഓനാരും കയറ്റണില്ല എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. ഇത് നമ്മളെ ഷിയാസാക്കൂൻ്റെ പെങ്ങളാണ്. ആകെ ഒരു പെങ്ങൾ തന്നെ ഉള്ളൂ. ഞങ്ങൾ പുതിയണ്ണിനെ പിടിച്ച് കയറ്റുന്നുണ്ട്. അങ്ങനെ ഗ്രൂമിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ഓലയും പിടിച്ച് കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രൈഡിനെ ഓലെ റൂമിലേക്ക് ആക്കി കൊടുത്തിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പോയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 9 മണി ആയിക്കണു ഗായ്സ്. പിന്നെ അങ്ങനെ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്, കുളിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.